പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ ഗാലറിയിലുള്ള പിക്ചർ ആയിരുന്നാലും ശരി തന്നെ, ഈ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുള്ള പിക്ചർ ആയിരുന്നാലും നമുക്ക് പല പല കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ, ഈ കാണുന്നത് പോലെ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ കണക്കിനുള്ള ഒരു അടിപൊളി AI ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾക്കത് ക്രിയേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. പല പല എഫക്ട്സുകളും അത് പോയിട്ട് പല പല കാര്യങ്ങളും അതിൽ കൊടുക്കാൻ കണക്കിനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇതാകട്ടോ, എന്തായാലും ഈ ആപ്ലിക്കേഷന്റെ കാര്യങ്ങളും ബാക്കിയുള്ളതെല്ലാം ഞാൻ വീഡിയോയിൽ മനസ്സിലാക്കി തരാം. ഇപ്പോഴും പറയും പോലെ ഇത് യൂട്യൂബിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാറുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ. എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് ആപ്ലിക്കേഷനെ കുറിച്ച് നമുക്ക് നോക്കാം, വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഞാൻ ഈ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഇത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. എന്തായാലും ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അതിന് ചെറിയ രീതിയിലുള്ള ഒരു ട്യൂട്ടോറിയൽ ഞാൻ പറഞ്ഞു തരാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കും. നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക, വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക, വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ഇത്രയായി കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് അവർ കുറച്ച് ഡെമോ തരുന്നത് ഇവിടെ കാണാൻ സാധിക്കും. താഴെ ഇവിടെ ഒരു എഫക്ട്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല പല എഫക്ട്സ് ഇതിൽ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ചിലത് പെയ്ഡ് ആണ് കേട്ടോ, പൈസ കൊടുത്ത് വാങ്ങാനുള്ളതാണ്. സാധാരണ നമുക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. ഇതിപ്പോൾ ഒരു ചായ കപ്പ് ഒരാൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കപ്പ് ഒരാൾ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത്. നമുക്കിതില് ചായയിൽ ആവി പറക്കുന്നതായിട്ട് നമുക്ക് ഇതാലെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അതാണ്ടാവും. അതിനുശേഷം നമ്മളിവിടെ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ഡൗൺലോഡ് ആവുന്നത് ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക, തിരിച്ച് വീണ്ടും ഇതേ രീതിയിലായിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇതിൽ പല പല ഓപ്ഷനും ഉണ്ട് കേട്ടോ. ഈ പിക്ചർ 3D രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3D ആയിട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ 3D ആയിട്ട് ഇത് ഈ ചിത്രം ചലിക്കുന്നതായിട്ട് നമുക്ക് തോന്നും, അങ്ങനെ കൊടുക്കാം. ഇവിടെ എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഇതുപോലെ ഇവിടെ ഷെയർ, സേവ് എന്ന് പറയുന്ന 2 ഓപ്ഷനും വന്നിട്ടുണ്ട്. വേണമെന്ന് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ സേവ് ആയിട്ടുണ്ട്. വീണ്ടും നമ്മൾ ആപ്ലിക്കേഷനിൽ കയറിയതിനു ശേഷം കിട്ടിയതിനു ശേഷം നമ്മൾ 2 പെർമിഷൻ വരെ നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ടിക്ക് മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. നമ്മൾ അതിന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ചിത്രങ്ങൾ, നമ്മുടെ ഗാലറിയിലെ ചിത്രങ്ങൾ ഇതുപോലെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ചിത്രം അതുപോലെ എടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് പല എഫക്ട്സും കൊണ്ടുവരാം കേട്ടോ. എഫക്ട്സിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് പല ഓപ്ഷനും ഇതുപോലെ താഴെ തെളിഞ്ഞ് വരും. അത് പോയിട്ട് നമുക്കിവിടെ പല പല കാര്യങ്ങളുണ്ട്. ചിലത് പെയ്ഡ് ആണ്, അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നമുക്ക് ഇതിൽ പല പല സംഭവങ്ങൾ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അതിൽ വേറൊരു എഫക്ട്സ് കൊടുത്തിട്ടുണ്ട്. അത് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ താഴെ ആ ചിത്രത്തിന് യോജിച്ച രീതിയിലുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കൊടുക്കാം. ഒരുപാട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഒരു പക്ഷി പറന്നു പോകുന്നതായിട്ടുള്ള ഒരു ഇത് നമുക്കിവിടെ കൊടുക്കാണ്ടോ. അത് നമുക്ക് വലുതാക്കാൻ വേണമെങ്കിൽ ഇതുപോലെ വലുതാക്കാം, ഇതുപോലെ കൊടുക്കാം. 2 പ്രാവുകൾ ഇതുപോലെ അവരിയ്ക്കുന്ന ഒരു മരത്തിന്റെ കൊമ്പിൽ ഇതുപോലെ വെക്കുന്നതായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതൊക്കെ നമുക്ക് ഐഡിയപരമായിട്ട് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾ നോക്കുക, നിങ്ങളെ ബുദ്ധിവൈഭവത്തിനനുസരിച്ച് നിങ്ങളത് ചെയ്തു വയ്ക്കുക. ഫ്ലാഗുകളുണ്ട്, നമ്മളെ പല രാജ്യത്തെ ഫ്ലാഗുകളുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാം. ഇതുപോലെ എഫക്ട്സുകൾ കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ എക്സ്പോർട്ട് കൊടുക്കുക. സേവ് ഓർ ഷെയർ നമ്മൾ കൊടുക്കുക. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് ഇത്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. ചോയ്സ്.